AC ജിമ്മ് നിങ്ങൾ വന്ന് AC പോകണം ജിമ്മ് കളിക്കാൻ AC ജിമ്മിൽ പോയി കളിച്ച് ഉണ്ടാക്കണം പ്രശ്നം നമ്മളിത് വിയർക്കാൻ വേണ്ടിയിട്ടേ പോകുന്നു AC ജിമ്മ് കളിക്കാൻ ആദ്യത്തുള്ളതാണ് പക്ഷേ മായം ചേർക്കാത്ത ഈ വശത്തെ നമ്മൾ ഈ പണി ചെയ്തു മായം ചേർക്കുന്നില്ല പറയുന്ന രീതി റിസോർട്ടിലും പോയത് ആരാ വയ്യത് അതെന്ന് വെച്ചാൽ റിസോർട്ടിൽ വരുന്നത് റിസോർട്ടും അങ്ങോട്ടുള്ള സ്പായൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ പൈസയുടെ പകുതി അവർക്കുള്ളതാണ് ഈ തിരുവനന്തപുരത്തൊന്നും കിട്ടത്തൊന്നുമില്ല ഈ ആശാനിപ്പം മേടിക്കുന്ന പൈസയൊക്കെ അവർക്ക് കിട്ടത്തുള്ളൂ അവർക്ക് കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ എത്ര പേർക്ക് കമ്മീഷൻ കൊടുക്കാൻ മതിയാവാം എത്ര പേർക്ക് കൊടുക്കുന്നില്ല ഒരാൾക്കല്ല എത്ര പേർക്ക് കൊടുക്കുന്നു കമ്മീഷൻ അതുകൊണ്ട് പോകണം ഇപ്പൊ 1000 രൂപ ഇരിക്കുമെന്ന് വെച്ചോ 500 രൂപ അവർക്ക് വരുന്നവർക്ക് 500 രൂപ അതായത് നമുക്ക് എണ്ണയുടെ ചിലവും തൊഴിൽ ചിലവും മറ്റൊന്നും മറ്റവും വേറെ അപ്പോൾ ആളുകൾ വരുമ്പോൾ എപ്പോഴും ഒന്നും ചെയ്യും അതൊന്നുമില്ല ഇവർക്ക് പൈസ കിട്ടാറുണ്ട് ഇപ്പം പോമാർ കൊണ്ടുവരുന്ന ഒരാളല്ല 4 പേര് 5 പേരല്ലേ കൊണ്ടുവരുന്നു പക്ഷേ എത്ര മിനിറ്റ് മണിക്കൂർ കാണുന്നില്ല ഇന്ന് റെഡി കാണുന്നില്ല ഇപ്പം അവരോട് വല്ല കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല നാളെ അവർ വരാൻ പോകണമെന്നും ഇല്ലല്ലോ അസുഖം മാത്രമേ ഉള്ളൂ ഞാൻ പണിക്ക് പക്ഷേ തൊട്ടത്തോട്ട് പോയില്ല തൊട്ടത്തോട്ട് പോകുന്ന ഇപ്പോഴത്തെ ഞാൻ ചോദിച്ചു ചോട്ടത്തിന് അയ്യോ ചോട്ടത്തിന് ഇവിടെ വരുന്നവരെ ഞങ്ങൾ സൂക്ഷിച്ചു വിടുക പറഞ്ഞു ഇവിടെ വരുന്നവരെ ഞങ്ങൾ സൂക്ഷിച്ചു വിടുക അതെ ഇവിടെ ചോട്ടത്തിന് തിരുമുന്നേന് അറിയാവുന്ന അല്ലെങ്കിൽ ആളുകൾ സമാധാനം പറഞ്ഞു 2500-3000 രൂപ ഒരു ദിവസം ഒരാൾക്ക് അപ്പം വേറെ അതിൻ്റെ പകുതി മറ്റവർക്ക് കൊണ്ടുപോകും ഓട്ടോക്കാർക്ക് ഇപ്പോൾ ഓട്ടോക്കാർ കൊണ്ടുവരും അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരുമല്ലോ അവർക്കൊക്കെ അതിനൊക്കെ എന്താണെന്ന് കിട്ടുന്നില്ല അതിനൊക്കെ പിന്നെയും ശമ്പളമല്ലേ ഉള്ളൂ മാസം എത്ര 10 കൊടുക്കായിരിക്കും അത്ര ശമ്പളമേ ഉള്ളൂ അതിനൊക്കെ മറ്റേ നടത്തുന്നു പറയുന്ന പൈസ ഉണ്ടാകും അവന്മാർ തീരുമാനം വരത്തില്ല ഒന്നും വരത്തില്ല അവൻ ആ വഴിക്ക് വരത്തില്ലേ നമുക്ക് തിരിച്ചിട്ട് വെച്ചിരിക്കുമല്ലോ ആരോഗ്യം എത്ര പേര് വേണമെന്ന് അവർക്ക് കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും അവർക്കറിയാൻ പറ്റും അവന്മാർക്ക് കയ്യിൽ ഒരു മാസം 19,000 കിട്ടും ഒരു ദിവസം 10 എണ്ണം നടന്നു കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടുന്നതായിരിക്കും 10 ദിവസം ആകുമ്പോൾ 1 ലക്ഷം രൂപ അതിൽ 50,000 രൂപ വാടക അല്ലെങ്കിൽ 30,000 രൂപ വാടകയും കൊടുത്ത് 50,000 രൂപ ശമ്പളം കിട്ടും സ്വന്തം ബിൽഡിങ്ങായിട്ട് രക്ഷപ്പെട്ടു ഒരു 50,000 രൂപ വേറെ ഈ പെണ്ണുപിള്ളേരുടെ സാലറി കൊടുത്ത് ബാക്കി വരുന്ന ദിവസം മൊത്തം ലാഭമാണ് ആ പൈസ മൊത്തത്തിൽ ആ പെൺപിള്ളേരുടെ ബ്രാക്കാണ് തിരുവനന്തപുരം പിള്ളേരുടെ ബ്രാക്ക് കിട്ടുന്ന പൈസ എന്തൊക്കെ പറയായിരുന്നു അങ്ങനത്തെ പൈസ നമ്മുടെ ആറാട്ട് വഴിയില്ലേ ഒരു ടീം ഉണ്ടല്ലോ ഒരു 5-20 ഡോക്ടറൊക്കെ പങ്കെടുത്തിട്ടില്ല നമ്മുടെ ആറാട്ട് ഇവിടുന്ന് അതിൻ്റെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ആറാട്ട് വഴി കിഴക്കോട്ട് റോഡില്ലേ ജംഗ്ഷനിൽ നിന്ന് ആ അതന്നെ അവരിപ്പോൾ ഇവിടെ നമുക്ക് ആ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഒരു
കാവേരി എന്ന് പറയും. അക്കരെ അല്ല ബസ് സ്റ്റാൻഡ് പണിയാറൊക്കെ വടക്കേ കിഴക്ക് പുനോടിക്ക് ഒന്ന് കൊടുക്കും. കാവേരി എന്ന് പറയുന്ന വലിയ റിസോർട്ട് അവിടെ അവർ ചെയ്യുന്നു. എന്നെ മസാജ് അവരാ ചെയ്യുന്നത്. മസാജ് പാർലർ അവരാ ചെയ്യുന്നത്. നല്ല ചാർജ് പിടിക്കുന്നവരുണ്ട്. അവിടെ വരുന്നതിന് നല്ല പ്രീമിയം ജസ്റ്റ് അടിക്കുന്നു. അപ്പം അതിനകത്ത് പൈസ പിടിക്കുന്നത് പൈസ ഉള്ളത് മാത്രം അവിടെ കൊണ്ട് ചെയ്തിട്ട് അവിടെയൊക്കെ പോയി ടൈപ്പ് ആവണ ഭയങ്കര സെറ്റ് കിടക്കണം. പക്ഷേ വേദനയുണ്ട് ചവിട്ടത്തിരുന്ന കാശ് കിട്ടി. അതാണ് ചവിട്ടത്തിരുന്നിട്ട് എവിടെയെങ്കിലും നടന്നില്ല ഇല്ല കിട്ടി എന്തെങ്കിലും ഉള്ള തെങ്ങില്ലല്ലോ. അതെ ആളുകളോ പിന്നെ ആദ്യ സമാനം പറഞ്ഞു നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകാൻ പറ്റി ഒരുപാട് കാശ് ആർക്കത് ആ പിന്നെ ജീവിക്കാനോ വരണത്തിന് കൊടുത്താൽ അടച്ചിട്ട് ഇങ്ങനെ പറയാതെ നമുക്ക് രക്തോട്ടം ഇല്ലാത്ത അങ്ങനെ നമുക്ക് ശരീരത്തിൽ പ്രത്യേക ഉന്മേഷം കിട്ടിയിരിക്കുന്നു. അല്ല ചവിട്ടിക്കുന്ന നേരമാണ് അല്ല നമ്മൾ ഈ കൈ കൊണ്ട് വളർത്തിട്ട് കാര്യം ചെയ്യേണ്ട ജോലി ചെയ്യും. ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്ന ചവിട്ടി പിടിക്കുന്നത് ഇതിൻ്റെ കൈ പറിക്കാറ്റുണ്ട്. മണ്ണുണ്ടെങ്കിൽ ഉള്ളൂ മണ്ണല്ല മറ്റേ ഓയിലുള്ള അതിൻ്റെ ചിരിക്കുരിയുടെ ഞാൻ പറയുന്നത്. പിന്നെ ഉറുമ്പും വരികയില്ല. ആ ഓയിലുള്ള ഇല്ല ഉറുമ്പ് വരികയില്ല. അത് ഓയിലുള്ള ഉറുമ്പ് വന്നല്ല ഓയിൽ ഉറുമ്പെ കാണിക്കണോ? ഇവരൊക്കെ കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഇത് മുഹമ്മദ് മകനാണ് ഇമ്മി കഴിഞ്ഞ അവരെ വിളിക്കാൻ മുടിയാന്ന് കുടി മൂന്നാഞ്ച് പിള്ളേരുണ്ട് കിടന്നു അവരും തിരുമകനാണ്. എനിക്ക് ഭയങ്കര ബന്ധം കിടക്കാൻ എന്നാൽ ശരിക്കും കിട്ടുന്നു. ഞാൻ ചവിട്ടാൻ നോക്കിയപ്പോൾ അവിടെ ഞാൻ ജീവിക്കുന്നു എനിക്ക് എന്നുവെച്ചേ എനിക്ക് കറക്റ്റ് അറിയാം. പക്ഷേ എനിക്ക് പറ്റിയ പണിയായിരുന്നു എനിക്ക് തള്ളയുള്ളത് തള്ളയുള്ളല്ലോ. ഞാൻ പറയുന്നേ നിങ്ങളെന്താ പിന്നെ ഇവിടെ കിടന്ന് വെച്ച് എനിക്ക് തീരുന്നുണ്ട് എനിക്ക് പിന്നെ നിനക്ക് തിരുമാൻ വരണം. വേദന എടുത്താലും ശരി എടുത്തില്ലെങ്കിൽ ശരി നല്ലോണം കിടന്നു കൊടുത്താലും നമുക്ക് തിരുമാൻ പറ്റും. എന്നുവെച്ചാൽ എന്താ പറയുക നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഗുണങ്ങളാണെങ്കിൽ ഓരോ ദിവസം തോറും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പിള്ളേരെല്ലാം അങ്ങനെ എത്ര ദിവസം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എന്നറിയാം ഈ തിരുമുന്നേൽ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ കയ്യെല്ലാം മുട്ടിക്കാൻ കാലം മുട്ടിക്കാൻ ഭയങ്കര വേദനയ്ക്കും. പിന്നെ ഓരോ ദിവസം
ദിവസം തോറും നമ്മൾ പഠിക്കും തോറും ചെയ്യുന്നോറേ ഓരോ ദിവസം പുതിയ പുതിയ ഐറ്റം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഗുരുക്ക് സ്റ്റാഫ് ഗുരുക്കൾ എന്ന് പറയും, കോട്ടക്ക ചിമ്പാൻ. ഇവിടെ ഫിലിം പഠിപ്പിക്കും. ഇവിടെ 1.5 ലക്ഷം രൂപ ഒരാൾക്കൂടെ കൊണ്ടുവന്നു പഠിക്കാൻ വേണ്ടിയല്ലേ? അല്ല, അവർക്ക് പരസ്പരം ചെയ്ത് പഠിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അയാളും പഠിക്കാൻ വേണ്ടി കഴിക്കണം, അല്ലെങ്കിൽ കേൾപ്പില്ല. പഠിക്കാൻ വരുമ്പോൾ ഇതിനു വേണ്ടി വരാം, വേറൊരു കാര്യത്തിന് വരാൻ പറ്റില്ല. വേറെ കാര്യം പറയാൻ പറ്റുന്നത് എന്താ അറിയാം, ശ്രദ്ധ കേട്ടോ. അത് വെച്ച് അതിനെ മടക്കി വെച്ചു. കണ്ടിട്ട് ഓക്കെ. നമുക്ക് രക്തോട്ടം കൂടുമ്പോൾ എല്ലാത്തിനും ഇൻവേഷനായി. നല്ല സദ്യ. അത് വരുമ്പോഴേ താഴത്തിൽ സദ്യ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കുളം ഇല്ല, സദ്യക്കാരുടെ അടിപൊളി കുളമാണ്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുക ഇവിടെ ഉണ്ടാക്കി രീതിയുള്ള തുണി വെച്ച് കെട്ടിയ സൂപ്പറാണ്. ഞാൻ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള ഇതിൽ മതി. കാണിച്ചു ഒരു ചോട്ട് വെക്കണമില്ലേ, ഒരു ചോട്ട് വെക്കണം. അത് ഞാൻ വയ്ക്കില്ല. ഒട്ടും വണ്ണമില്ല, വണ്ണമില്ലെന്ന്. ഈ അഭിലാഷിൻ്റെ കൂടെ തിരുമുന്ന എത്ര അല്ല ഈ പിന്നെ അഡ്മിഷൻ എത്ര? അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞു. തലവടി മാസം എത്ര? മാസം എത്ര? ആണോ? എനിക്ക് മുന്നേ കളിച്ചേക്കണം, എനിക്ക് മുന്നേ കളിച്ചേക്കണം. ബോഡി സെറ്റാക്കാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാർ വരുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ പ്രായം അച്ഛനെക്കാട് 10 എനിക്ക് ജോലി വരും. ആർക്കും കവർ കൊണക്കിയല്ലേ ഉടൻ തന്നെ പിടിച്ചില്ല. പിന്നെ ഇപ്പം ഞാൻ മുമ്പ് കളിച്ചാലാണ് ഇപ്പോൾ കളിക്കുന്നത്. അത് കുറെ പാർട്സ് നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ പാർട്സൊന്നും കളിക്കണം. നമ്മൾ ഇച്ചിരി ബോഡിയൊന്നും നമ്മൾ എന്നോട് പറയും, നിങ്ങൾ പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് അലമ്പരാത്തേക്ക് നമ്മൾ ചെയ്താൽ പോലെ. അറിയത്തില്ലേ കേരളത്തിൽ വാങ്ങുന്നത് ശ്രീധരനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. അന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ശ്രീധരനൊക്കെ നൂറിലെ ട്രെയിനറായിരുന്നു. ട്രെയിനർ എന്ന് പറയാൻ പറ്റില്ല, അവര് സുഹൃത്തുക്കളാണ്. ഈ ഷമീറും ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവരിപ്പോ അന്ന് അവിടെ ട്രെയിനിങ് ആയിട്ടില്ലേ, ഈ സമയത്തൊക്കെ അവിടെ വന്ന് എല്ലാവരും ഷമീർ വിടുവാണ്.
എങ്കിലും ആൾക്കാരെ വിടുമായിരുന്നു. ഇപ്പം ഞാൻ ജിമ്മിനെ പിള്ളേരെ എടുക്കുന്നില്ല പിന്നെ. ഇല്ലേ? ഏ അരക്കടാല്ലേ? ഇല്ല. പുത്തനമ്പലത്തിനുള്ള രണ്ടുപേര് തീരുമാനമായിരിക്കുന്നു. പുത്തനമ്പലത്തിനല്ല, ന്യൂ ലൈഫ് ജിമ്മിൻ്റെ പേര് എടങ്ങരെ പുത്തനങ്ങാടി. രണ്ടുപേരും ആരാന്നറിയാം? ബസ്സാളിക്ക് ഞാൻ കാണിച്ചു തരാം ഫോട്ടോ. അവന്മാരുടെ ഫോട്ടോയിലായിട്ട് അവരുടെ വീഡിയോയിലിട്ട് ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയാം? 70,000 പേര്. എന്നെ തിരുമുന്ന ഫോട്ടോ ഇട്ടായിരുന്നു ഞാൻ ഈയിടെ. എൻ്റെ കുടിക്കലോ തിരുമുന്നു 35,000 പേരുണ്ട്. അന്നേരം ആൾക്കാരെല്ലാം ചിരിക്കണം, രാജഭാഷയാണ് ആരാ തിരുമുന്നു? ഇവിടെ തിരിഞ്ഞു എൻ്റെ കുടിക്കലോ ഒരു ഫോട്ടോ തിരുന്നു. എന്താണെന്നറിയാം, അല്ലാത്ത കാര്യം നമ്മളെ ആൾക്കാരെല്ലാം തിരിഞ്ഞ് നമ്മുടെ ശരീരം അതിന് വേണ്ടിയാണ് തിരുവാൻ കുടിക്കണം തിരിഞ്ഞു കാണിച്ചു. ഈ കാണുന്ന ആൾക്കാർക്ക് അറിയാത്തല്ലോ. നമ്മളെ മാത്രമേ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ സീറ്റ് നോക്കുകയാണ്. രാത്രി വരുമല്ലേ? ചിലപ്പോൾ പ്രശ്നമുണ്ട്. രാത്രി എത്ര പേരാണ്? രാത്രി 10 പേര്. അല്ല അലമ്പുട്ടികളെല്ലാം എന്താണ് 10 പേര്. ഞാൻ രാവിലെ ഭയങ്കര സമരം പറഞ്ഞാൽ ഭയങ്കര അല്ല. ഇവിടെ കോയമ്പത്തൂരിൽ കണ്ടില്ലേ? മധുരയിൽ തന്നെ 7 മണി. 7 മണി. പിന്നെ ഇസ്ലാംപട്ടിയുടെ അവിടെ പിന്നെ 7 കിലോമീറ്റർ. 7 മണി ഇസ്ലാംപട്ടി. ഈ സിനിമയെല്ലാം പേരിട്ടുണ്ട് ഇസ്ലാംപട്ടിയുണ്ട്. ഒരാഴ്ച ദിവസം മറ്റവരെ ഒറ്റ ദിവസം അവർ കാശ് കൊണ്ടുപോകും. ഇതുപോലെയാണല്ലോ. പക്ഷേ അതവർ ഇവിടെ സംസാരിക്കുന്നില്ല. ഇവിടെ കേരളയിൽ വന്ന് കഴിഞ്ഞ വർഷത്തിലൊക്കെ വന്ന് അവർക്ക് മസാജ് വേണമെന്ന് അവർ മസാജ് തന്നു. നല്ല രീതിയിൽ 2 മണി നേരം മസാജ് കൊണ്ട് തന്നു. എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഞാൻ നൂറൊക്കെ ഇനി എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കൊണ്ടിരിക്കുന്നത് സംസാരിച്ചായിരുന്നു. പത്നി പറഞ്ഞു അപ്പോൾ എനിക്ക് സമ്പാദിക്കണ്ട, എനിക്ക് ദിവസം ഉള്ള തന്നെ മതിയോ, അത് കൂടുതൽ ആവശ്യമുണ്ടോ കാര്യം ഞാൻ പറയും. കരിയ വണ്ണമെന്ന് എനിക്ക് പ്രശ്നമില്ല. അതാണ് ചെയ്ത് രാവിലെ വൈകുന്നേരം ഇടത്തെ കിട്ടുന്നുണ്ടോ 1200 ആയിരം. ഇയാൾക്ക് എന്ത് നമ്മുടെ ജോലിയല്ലേ. മുണ്ട കിടന്നോ? കിടക്ക് ഇവിടെ ഇവിടെ